തിരുവോണനാളിൽ ഡൽഹിയിലെ മലയാളികൾ കൂടുതലായി എത്തുന്ന ഒരു ഇടമുണ്ട്. ആരാധനാ കേന്ദ്രം മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ. അവിടെ നിരവധി മലയാളികൾ എത്തുകയാണ്. അവിടെ നമ്മുടെ ജിഷ്ണു തയ്യാറാണ്. ഈ ജിഷ്ണുവിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം, ഈ മയൂർ വിഹാർ, അവിടെ എല്ലാം തന്നെ ഞാൻ അവിടെ പോയിട്ടുണ്ട് രാഖി. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ആദ്യ ജനസഭ ചേർന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ജിഷ്ണു കൃഷ്ണനിലേക്ക് പോകാം. ജിഷ്ണു, ഓണാശംസകൾ നേരുന്നു. കൂടെയുള്ളവർക്കും ഓണാശംസകൾ നേരുന്നു. ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? അനിൽ നമ്പ്യാർ, രാഖി, നമസ്തേ. ഓണാശംസകൾ ഞാനുണ്ട്, ഒപ്പം നമ്മുടെ ക്യാമറമാൻ ഉണ്ണി കെ വാര്യരുണ്ട്. രണ്ടുപേർക്കും ഒപ്പം പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുന്നു. ഞാനിപ്പോഴുള്ളത് ഡൽഹിയിൽ മയൂർ വിഹാറിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഇവിടെയും ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളുണ്ട്. ഭക്തരുടെ വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിൽ അലങ്കാരങ്ങൾ ഉണ്ട്. അത്തരത്തിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും ഒരു തിരക്ക് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. രാഖി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയെ സംബന്ധിച്ച് ഭക്തർക്ക് എത്താൻ സാധിക്കുന്ന, മലയാളികളായിട്ടുള്ള ഭക്തർക്ക് എത്താൻ സാധിക്കുന്ന ഗുരുവായൂർ മാതൃകയിലുള്ള ക്ഷേത്രമാണ് മയൂർ വിഹാറിലെ ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ഇന്ന് പ്രത്യേക പൂജകളുണ്ട്. കൂടാതെ വലിയ പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ പൂക്കളം, അതോടൊപ്പം വലിയ ഓണസദ്യ, അത്തരത്തിലൊരു കളർഫുൾ ഓണാഘോഷം തന്നെയാണ് ക്ഷേത്രത്തിൽ. പ്രത്യേക പൂജകളും ആരാധനയും അതോടൊപ്പം തന്നെ മലയാളി സമൂഹത്തിന് ആഘോഷിക്കാവുന്ന തരത്തിൽ വലിയൊരു ആഘോഷ പരിപാടികൾ തന്നെയാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. ആ പൂക്കളത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാധാസമേതനായിട്ടുള്ള കൃഷ്ണനെ വരച്ചുകൊണ്ട് ഒരു വലിയ പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെ സംഘാടക സമിതി, അങ്ങനെ എല്ലാവരും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പരിപാടികളുമായി നമ്മളോട് സഹകരിക്കുന്ന ആളുകളാണ്. ജനൻ ടി വിയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും. ചേട്ടാ, ഓണാശംസകൾ. എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ ഇന്ന് ഓണവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടികൾ? വിപുലമായ ഓണസദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 5000 ആൾക്കാർക്ക് ഓണസദ്യ ഉണ്ട്. ഒരു 6000-7000 ആൾക്കാർ കഴിക്കാം. ഡൽഹിയിലെ ഏറ്റവും വലിയ ഓണം സദ്യയാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. എല്ലാ മലയാളികളെയും ഇവിടെ ഒത്തുചേരും. കലാപരിപാടികളുണ്ട്. എല്ലാ മലയാളികൾക്കും, ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ഓണാശംസകൾ. എന്തൊക്കെയാണ് ഈ സദ്യയുടെ ഒരുക്കങ്ങൾ? എന്തൊക്കെയാണ്? 31 കൂട്ടം വിഭവങ്ങളുണ്ട്. ഒരു 6500-7000 പേരെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും അമ്പലത്തിലേക്കുള്ള കാര്യത്തിന് വേണ്ടി വരുന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് എല്ലാവരും വരുന്നുള്ളത്. മലയാളികളെ സംബന്ധിച്ച് ഓണം, വിഷു, അതൊക്കെ ഏത് പ്രവൃത്തി ദിവസങ്ങളിലാണെങ്കിലും ഒരു ആഘോഷത്തിൻ്റെ മൂടാണ്. ഈ ക്ഷേത്രത്തിൽ വരുന്നു, പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഓണം എപ്പോഴും ഒരു ആഘോഷമാണ്. നമ്മൾ നാട്ടിലാണെന്നുള്ളൊരു പ്രതീതിയാണ് ഇവിടെ എപ്പോഴായാലും. എന്തായാലും വിഷു ആയാലും ഓണമായാലും ബാക്കി ജന്മാഷ്ടമി ആയാലും എന്തായാലും ഇവിടെ രാവിലെ മുതൽ പ്രോഗ്രാംസ് ഉണ്ടാവും. അത് ഒരു ഉച്ചവരെ 2-3 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. ഊണുണ്ടാവും. നല്ല സദ്യ, എല്ലാ പ്രോഗ്രാമും നല്ല സദ്യ ഉണ്ടാവും. പിന്നെ പുറമേ നമ്മളിപ്പോൾ ഈ കോടിയാർച്ചന നടത്താൻ പോകുന്നുണ്ട്. 1 മാസം പ്രോഗ്രാമാണത്. 27 നാളിനും പൂജകളുണ്ടാവും. പിന്നെ നാട്ടിൽ നിന്ന് അതിനൊരു 51 പേര് വരുന്നുണ്ട്. ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഓണത്തിന് പുറമേ. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും ഒക്ടോബർ 6 മുതൽ നവംബർ 2 വരെ. അൽനമ്പർ, ഈ ഓണാഘോഷത്തോടൊപ്പം തന്നെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ അടുത്ത മാസം ഒരു കോടി അർച്ചന, വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന ആരംഭിക്കുന്നുണ്ട്. ഒരു കേരളത്തിന് പുറത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ്. അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ വിശേഷം പറഞ്ഞാൽ നമ്മൾ 27 ദിവസമാണ്, 27 നാളിനും ഉണ്ടാവും. അത് ഒരു ദിവസം 4 ലക്ഷം വെച്ചിട്ട് 27 ദിവസം 1,80,000 ടൈം ഉണ്ടാവും. അത് എന്നും കലശാഭിഷേകം ഉണ്ടാവും. പിന്നെ അതിന് പുറമെ എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകുന്നേരത്തെ ലഘുഭക്ഷണം എല്ലാം ഉണ്ടായിരിക്കും. എങ്ങനെയുണ്ട് ഡൽഹിയിൽ ഓണം? എങ്ങനെയുണ്ട്? ഇവിടെ ജനിച്ചു വളർന്നതാണോ അല്ലെങ്കിൽ പഠിക്കണമെന്നോ? ഇവിടെ ജനിച്ചു വളർന്നതാണ്. എപ്പോഴും ഞങ്ങൾക്ക് ഓണം എന്ന് വെച്ചാൽ വിഷു, ഓണം എല്ലാം ഡൽഹിയിലാണ്. എപ്പോഴും അടിപൊളിയാണ് ഇവിടുത്തെ ഓണം. എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ആളുകൾ വിളിക്കുമ്പോൾ നാട്ടിലെ ആഘോഷ പരിപാടികൾ മിസ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഡൽഹിയിൽ അടിച്ചു പൊളിക്കുകയാണോ? ഇവിടെ നാടിനെ മിസ് ചെയ്യാൻ ഒരു വകയും ഇവിടെ വെക്കാറില്ല. നാട്ടിനേക്കായിട്ടും ചിലപ്പോൾ നന്നായിട്ട് നമ്മുടെ ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലായിരിക്കും ഓണം സെലിബ്രേറ്റ് ചെയ്തത്. എങ്ങനെയുണ്ട് ഓണാഘോഷ പരിപാടികൾ? ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ? അടിപൊളിയാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ സദ്യ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പൂക്കളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു. അടിപൊളിയായിട്ട് പോകുന്നു. ചേട്ടാ, നമുക്കൊരു ഓണപ്പാട്ട് പാടിയാലോ പ്രേക്ഷകർക്ക് വേണ്ടി? ജനൻ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങോട്ട് നല്ലൊരു ഓണപ്പാട്ട് നമുക്ക്
ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂനിലാവേ വാ. ഓക്കെ, വളരെയധികം നന്ദി. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണപ്പാട്ടാണ് ആ കുട്ടികൾ പാടിയത്. ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ അടച്ചുപൂജ കഴിഞ്ഞ് ആ നട തുറന്നിരിക്കുകയാണ്. ആ ഭക്തരുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും. പ്രവൃത്തി ദിവസമായിട്ടും ഓണാഘോഷത്തിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഒരു വഞ്ചിപ്പാട്ട് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാകും. ഞാൻ മൈക്ക് അവർക്ക് കൈമാറാം. നമസ്കാരം ചേട്ടാ, എങ്ങനെയുണ്ട് ഓണാഘോഷം? എങ്ങനെയുണ്ട്? വളരെ ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് നടക്കുന്നു. ഡൽഹിയിലല്ലേ ഓണം എന്ന് പറയുന്നത്? അതായത് ഓണവും വിഷു എല്ലാം തന്നെ കേരളത്തിന്റെ ഉത്സവമാണ്. അപ്പോൾ നാട്ടിൽ അടിച്ചു പൊളിച്ചുള്ള ഓണാഘോഷം എന്ന് പറയുമ്പോൾ അതൊരു മിസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഡൽഹിയിൽ നമ്മളത് കളറാക്കുവാണോ? വർഷങ്ങളായിട്ട് കേരളത്തിലെ ഓണം നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുന്നില്ല. ഓണം വിഷു എല്ലാം നമ്മുടെ ഉത്തര ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ്. അതാണ് ഏറ്റവും നല്ല ഓണവും ഏറ്റവും നല്ല വിഷുവും. നമ്മുടെ ആഘോഷം എല്ലാം ഉത്തര ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ. പ്രവാസി മലയാളികൾക്ക് എന്നും പ്രചോദനമായ ഒരു ക്ഷേത്രമാണ് ഉത്തര ഗുരുവായൂരപ്പൻ. നാടുവിട്ട മലയാളികൾക്ക് എന്നും നാടിനെക്കുറിച്ച് ഓർക്കുവാനും ഓർമ്മിക്കുവാനും ഓർമ്മപ്പെടുത്തുവാനും കഴിയുന്ന സുദിനം നൽകുന്ന ഉത്തര ഗുരുവായൂരപ്പ സ്വാമിക്കും അതിൻ്റെ ആർഷധർമ്മ പരിഷത്ത് എന്ന പ്രസ്ഥാനത്തിനും ഒരിക്കലും പ്രവാസി മലയാളികൾ ഒരിക്കലും മറക്കില്ല. അതായത് അനിൽ നമ്പ്യാർ, കേരളത്തിൻ്റെ ആഘോഷമാണെങ്കിൽ പോലും ഈ പ്രവാസി സമൂഹം അത് കേരളത്തിന് പുറത്ത് ഭാരതത്തിനകത്താണെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഓണാഘോഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു 2 മാസത്തോളം എല്ലാം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളായിരിക്കും. ഇപ്പോൾ ഈ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട പൂക്കളം തയ്യാറാക്കിയിട്ടുള്ള ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി, ഓണാശംസകൾ. എങ്ങനെയാണ് ഇത്രയും ഭംഗിയായി രാധാസമേതനായിട്ടുള്ളൊരു കൃഷ്ണനെ ഒരുക്കിയത്? അല്ല, എൻ്റെ അച്ഛൻ ചെന്ന് കിട്ടിയ കലയായത്. പിന്നെ എന്താ പറയണ്ടേ, ഞാൻ ഡൽഹിയിലെത്തിയപ്പോൾ ഒരുപാട് പൂക്കള മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി. ചേച്ചിക്ക് സംസാരിക്കുന്നതിന് കലയാണ്, സംസാരിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഈ വഞ്ചിപ്പാട്ടിലേക്ക് ഒന്ന് പോവാം. ചേട്ടൻ നമുക്ക് വേണ്ടി ഒരു വഞ്ചിപ്പാട്ട് പാടുന്നതാണ് പ്രേക്ഷകർക്ക് വേണ്ടി. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഹരി. ഒബത്തൂതിക്കും തങ്കലാക്കി പത്തൂതിക്കും തങ്കലാക്കി പത്തൂതിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതോഴുന്നൻ. പത്തൂതിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതോഴുന്നൻ. പത്തൂതിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതോഴും. ഓ ദൈ ദൈ ദഗദീ ദഗദോ ദഗധീയതിത്തോ പാലാഴിയിൽ പള്ളികൊള്ളും. പാലാഴിയിൽ പള്ളികൊള്ളും. പാലാഴിയിൽ പള്ളികൊള്ളും പത്മനാഭ കൈതോഴുന്നേൻ. പാലാഴിയിൽ പള്ളികൊള്ളും പത്മനാഭ കൈതോഴുന്നേൻ. പാലാഴിയിൽ പള്ളികൊള്ളും പത്മനാഭ കൈതോഴും. ഓ ദൈ ദൈ ദഗദീ ദഗദോ ദഗധീയതിത്തോ ദിഗദോ. നന്ദി. ഓക്കെ, അടിപൊളി അടിപൊളി. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വഞ്ചിപ്പാട്ടാണ് ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഒത്തുചേർന്നിട്ടുള്ളവർ പാടിയിട്ടുള്ള. അത്തരത്തിൽ വലിയ ഓണാഘോഷ പരിപാടികൾ, കേരളത്തിന് പുറത്തും ഓണാഘോഷ പരിപാടികൾ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്താത്ത രീതിയിലുള്ള ഓണാഘോഷങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഏതായാലും പ്രേക്ഷകർക്കും ജനം ടിവിയുടെ ഡൽഹി ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഓണാശംസകൾ നേരുന്നു. അനിൽ നമ്പ്യാർ. യെസ് ജിഷു, എല്ലാവരും ഞങ്ങളുടെ ഓണാശംസകൾ അറിയിക്കുക. ഏതായാലും ആറന്മുളയിലെ വഞ്ചിപ്പാട്ടിന് ശേഷം മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും നമുക്കൊരു വഞ്ചിപ്പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ സാധിച്ചു. ഉത്തര ഗുരുവായൂരപ്പൻ
ക്ഷേത്രത്തിൽ ആ കുട്ടി പറഞ്ഞതുപോലെ പ്രവാസികളാണ് ഓണം അതെ, അതായത് ആഘോഷിക്കുന്നത്. മലയാളികൾ എവിടെയുണ്ടോ അതിന് കേരളമെന്നോ അല്ലേ ഗൾഫെന്നോ ഡൽഹിന്നോ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ പോലും ഓണാഘോഷം, അതായത് അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത് പ്രവാസികളാണ്. ഇപ്പോൾ ഡൽഹിയിലാവട്ടെ വിദേശത്താവട്ടെ ആ ചിട്ടയോടുകൂടിയാണ് എല്ലാം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ നമ്മുടെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് അവർ ഓണം ആഘോഷിക്കുന്നു. ഓണം മാത്രമല്ല, വിഷു, മറ്റ് ആഘോഷങ്ങൾ എല്ലാം പ്രവാസികൾ അവർ വളരെ ഭംഗിയായിട്ട് കൊണ്ടാടുകയാണ്. അതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ ക്ഷേത്രം, ഡൽഹിയിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും.